തിരുവനന്തപുരത്ത് ബിന്ദു എന്ന സാധു സ്ത്രീ ചെയ്യാത്ത തെറ്റിന്, അതായത് തെറ്റല്ല, മോഷണം ആണ്, ഗൗരവമായൊരു സംഗതിയാണ്. മോഷണ കുറ്റത്തിന് ആ വീട്ടുകാർ പരാതി കൊടുക്കുകയും പോലീസ് അവരെ പിടിക്കേണ്ട 20 മണിക്കൂറോളം സ്റ്റേഷനിൽ വയ്ക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം വീട്ടുകാർക്ക് മാല തിരിച്ചു കിട്ടി എന്നറിഞ്ഞ് ഇനി മേലാൽ ഈ പരിസരത്ത് കാണരുത് എന്ന് പറഞ്ഞ് അവരെയും ഭർത്താവിനെയും പറഞ്ഞു വിട്ടതായിട്ടും നമ്മൾ ഈ അടുത്തയാളെ വാർത്തയിലും എല്ലാ ചാനലുകളിലും പത്രത്തിലുമൊക്കെ വന്ന സംഭവമാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില സംഗതികളുണ്ട്. വിശദമായ എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് ചാനലുകളിൽ വന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സാക്ഷരത കേരളം. ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലെന്നാണ് അവകാശപ്പെടുന്നത്. ഈ സ്ത്രീ പണം ഉണ്ടാക്കാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട്. മോഷണം, ഈ വീടുകളിൽ അടുക്കളപ്പണിക്കോ അല്ലെങ്കിൽ തൂത്ത് തുടയ്ക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അവർ കഷ്ടപ്പെട്ട് കുടുംബം വളർത്താൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു ജോലി ചെയ്തു. അവരുടെ മാല പോയെന്ന് പറഞ്ഞു. ഏതായാലും പോലീസുകാർ തീർച്ചയായിട്ടും അവരെയും കൊണ്ട് വീടുകളിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഈ ചുറ്റുമുള്ള ആളുകളെല്ലാം, ആ നാട്ടുകാരെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഒരു 95% ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. 20 മണിക്കൂർ കഴിഞ്ഞ് മാല തിരിച്ചു കിട്ടി. ഇവരെ വെറുതെ വിട്ടു. ഇവർക്ക് ഭർത്താവിനെ കാണാൻ പറ്റിയില്ല. ഭക്ഷണവും കൊണ്ട് ചെന്നിട്ട് ഭക്ഷണം കൊടുത്തില്ല, കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, ടോയ്ലറ്റിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു, അനാവശ്യ അശ്ലീല വാക്കുകൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങിയിട്ട് ഈ ഓമന എന്ന് പറയുന്ന പരാതി കൊടുത്തവരൊരു ക്ഷമ പോലും ഇവരോട് പറഞ്ഞില്ല. ഞാൻ അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിൽ അയൽക്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീകളുടെയൊക്കെ ഒരു വലിയ സംഘടനയുണ്ട്. ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. ഇവരാരും അറിഞ്ഞില്ലേ ഇങ്ങനൊരു മോഷണ കേസിൽ ഇവരെ പിടിച്ചെന്നും എന്നാൽ നിരപരാധിയാണെന്നും പറഞ്ഞ് വിട്ടയച്ചെന്നും ഇവരെ അഭിമുഖിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും ഈ നാട്ടുകാരും അറിഞ്ഞില്ലേ? ഈ അയൽക്കൂട്ടംകാർ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരും അറിഞ്ഞില്ലേ? പോട്ടെ, സകല കാര്യങ്ങൾ ഇടപെടുന്ന പഞ്ചായത്ത് മെമ്പർമാർ അറിഞ്ഞില്ലേ? പഞ്ചായത്ത് പ്രസിഡൻ്റ് അറിഞ്ഞില്ലേ? ഇവരാരും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ്? മറ്റൊരു സംഗതി, ഇവർ പിന്നോക്ക വിഭാഗ കമ്മീഷന് പരാതി കൊടുത്തു, ADGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു. പക്ഷേ ഏപ്രിൽ മാസത്തിൽ നടന്ന സംഭവം യാതൊരു പ്രതികരണവും ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ മാസം 3-ാം തീയതി ഒരു ചാനലുകാർ ഇവരുമായിട്ട് അഭിമുഖം നടത്തി. ശ്രദ്ധിക്കണം, ഈ മാസം 3-ാം തീയതി അഭിമുഖം നടത്തി, എഡിറ്റ് ചെയ്ത് അഭിമുഖം നടത്തിയ ആൾ ബ്രോഡ്കാസ്റ്റിംഗ് സെക്ഷനിലേക്ക് കൊടുത്തു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത സ്വാഭാവികമായിട്ട് അന്ന് തന്നെ അവർ പ്രക്ഷേപണം ചെയ്യേണ്ടതല്ലേ? ചെയ്തില്ല. അവരതിനെ പറയുന്ന ന്യായം, യുദ്ധം നടക്കുകയായിരുന്നു, പഹൽഗാമിൽ യുദ്ധം നടക്കുകയായിരുന്നു. അത് 2-3 ദിവസം കഴിഞ്ഞു. പിന്നെ അഡ്വക്കേറ്റ് തല്ലി, വനിതാ അഡ്വക്കേറ്റിനെ സീനിയർ അഭിഭാഷകൻ അടിച്ചു. പിന്നെ അതായിരുന്നു വാർത്ത. ഈ വാർത്തയൊക്കെ കൊണ്ട് നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ബിന്ദുവിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയില്ല. ഇവർ യുദ്ധത്തിൻ്റെ വാർത്ത മാത്രമാണോ ആ ദിവസങ്ങളിൽ കൊടുത്തത്? അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ തല്ലിയ വാർത്ത മാത്രമാണോ കൊടുത്തത്? അല്ലല്ലോ, വേറെ എന്തെല്ലാം വാർത്ത കൊടുത്തു. ആ കൂടെ ഈ 3-ാം തീയതി എഡിറ്റ് ചെയ്ത് കൊടുത്ത ഈ വാർത്ത അവർക്ക് 4-ാം തീയതിയെങ്കിലും ഇടാൻ പറ്റില്ലായിരുന്നു. അവരിട്ടത് 8 ദിവസം കഴിഞ്ഞ് 11-ാമത്തെ ദിവസമാണ്, 11-ാം തീയതിയാണ്, 8 ദിവസം കഴിഞ്ഞ് 11-ാം തീയതിയാണ് അവർ അത് പ്രക്ഷേപണം ചെയ്യുന്നത്. അത് 2 പ്രാവശ്യം പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റ് ചാനലുകാരൊക്കെ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, പത്രമൊക്കെ എടുത്തു, എല്ലാ ചാനലുകളിലും വന്നു. ഇവരെപ്പോലെ തന്നെ ക്രൂരതയാണ് ഈ ചാനലുകാർ ചെയ്തത്. 8 ദിവസം ഇത് വലിയ പ്രാധാന്യമില്ലെന്നാണ്. ഇപ്പോൾ പ്രാധാന്യമായി. ADGP അന്വേഷിക്കാൻ ഉത്തരവിട്ടു, 2 പേർക്ക് സസ്പെൻഷനായി,
മറ്റേ പരാതി കൊടുത്ത ഓമന വിദേശത്ത് പോയെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം പിന്നെ കമ്മീഷനുകൾ, സർക്കാരിൻ്റെ ചിലവ്, സർക്കാരിൻ്റെ കാശ്, ശമ്പളത്തിൽ കറങ്ങി നടക്കുന്ന കമ്മീഷൻ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കമ്മീഷനാണേ. ഇത് കമ്മീഷൻ അടിച്ചു മാറ്റുന്നതല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീ കൊണ്ടൊരു പരാതി കൊടുത്തിട്ട് അതൊന്ന് അന്വേഷിക്കാൻ ഈ കമ്മീഷന് കഴിഞ്ഞില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഉന്നതത്തിന് കഴിഞ്ഞില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കോ അയൽക്കൂട്ടത്തിനോ കുടുംബശ്രീക്കോ ഒന്നും കഴിഞ്ഞില്ല. പിന്നെ എന്ത് അയൽക്കൂട്ടമാണ് ഈ നാട്ടിലുള്ളത്? എന്ത് പഞ്ചായത്താണുള്ളത്? അതേസമയം ഒരു അഡ്വക്കേറ്റിനെ തെല്ലിപ്പോൾ പെട്ടെന്ന് സംഗതി കയറി വീണു. അഡ്വക്കേറ്റിൻ്റെ ചെവിക്കല്ല് നോക്കി അട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാ മീഡിയയും എല്ലാം ഇടപെട്ടു. മറ്റത് പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, ഒരു സാധു സ്ത്രീയാണ്. അവരുടെ മക്കളുടെ ഫോട്ടോ വരെ പത്രത്തിനകത്തും ടി വിയിലും വന്നു. ഈ കേസ് കൊടുത്ത ഈ ഓമനെന്ന് പറഞ്ഞവരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഏതെങ്കിലും മാധ്യമത്തിൽ വന്നോ? അവരുടെ ഫോട്ടോയോ അവരുടെ മകളുടെ ഫോട്ടോയോ പത്രത്തിലോ ടി വിയിലോ വന്നോ? വന്നില്ലല്ലോ. മറ്റൊരു പാവപ്പെട്ടവരായതുകൊണ്ട് അവരെ എന്ത് ചെയ്യാമെന്ന് ഒരവസ്ഥ. ഇത് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയാണ്. പാവപ്പെട്ടവരെ ആർക്കും എന്ത് ചെയ്യാം. അവർക്ക് നിയമമില്ല. അറസ്റ്റ് ചെയ്തെങ്കിൽ കാരണം കാണിക്കണം, ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കണം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇതൊന്നും അവർക്കില്ല. ഒരാൾ പരാതി കൊടുത്താൽ ഇവിടെ എന്തെല്ലാം പരാതി കൊടുത്തിട്ട് ഓരോരുത്തർ കൊടുത്തിട്ട് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, മഗസർ പോലും എഴുതരുത്, FIR പോലും ഇടാതെ എത്ര കേസ് കിടക്കുന്നു. ഈ പാവപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് ഇതുവരെ അതിന് ശരിക്കൊരു തീരുമാനം അവർക്ക് എത്തിയിട്ടില്ല. ഇവിടുത്തെ കമ്മീഷൻ, അയൽക്കൂട്ടം, കുടുംബശ്രീ, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, അതെല്ലാം കഴിഞ്ഞല്ല. പിന്നെ ആളുകളുടെ മുമ്പിൽ വലിയ പാർട്ടികളാണെന്ന് അറിയിക്കാൻ കുറേ ആ പെണ്ണുങ്ങൾ പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ്ങിന് പോയി. ഇവരുടെ പാർട്ടി പ്രവർത്തകർക്ക് ഇവരുടെ ഈ ബിന്ദുവിൻ്റെ വീടിനടുത്തില്ല, ഇവരറിഞ്ഞില്ലായിരുന്നു വിവരം. അന്നവരത് ഇടപെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലാതെ ഇപ്പം അവർ പോലീസ് പിക്കറ്റിങ് നടത്തുന്നതിനും വനിതാ പോലീസിനെ തെറി പറഞ്ഞിട്ട് എന്ത് കാര്യമിരിക്കുന്നു? അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാവുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ മേളിൽ കൂടെ പോയിരുന്ന ഉപരിതലത്തിൽ അറിയപ്പെടുന്ന സംഗതികളെക്കാൾ കൂടുതൽ ഇവിടെ കുടുംബശ്രീയും പഞ്ചായത്തും ഈ പിന്നോക്ക വിഭാഗ കമ്മീഷനൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്ന് ഒരു പിടിയേയില്ല. ഭയങ്കര ചാച്ചരത. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ പോകുന്ന വിഷയങ്ങളാണ് ഞാൻ ചാനലിനകത്തിടുന്നത്. ഇത് തുടർന്നും ഇതുപോലുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.